ജാസ്മിൻ കാണിച്ച് 100% തെറ്റ് എന്ന് തന്നെയാണ് പറയുന്നത്. ജാസ്മിന്റെ കളി അമ്പലത്തിൽ വേണ്ട, അത് പള്ളിയിൽ മതി, പള്ളിയിൽ ചെന്നിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. ഈ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അവത്തെ തൊട്ട് കഴിഞ്ഞാൽ ശരിക്ക് പൊള്ളുമെന്ന് എനിക്ക് 100% അറിയാം. എന്തും നേരിടാനുള്ള ധൈര്യത്തിൽ തന്നെ ഞാൻ ഈ വിഷയം തൊട്ടതാണ്. പക്ഷേ എന്നാലും നമ്മളുള്ള കാര്യം തുറന്നു പറയണ്ടേ സുഹൃത്തുക്കളെ. ഇവിടെ ഹിന്ദുക്കളെന്നോ മുസ്ലിങ്ങളോ ഞാൻ വലിയ എന്താ പറയുക മതസൗഹാർദ്ദമൊന്നും ഞാൻ അങ്ങനെ ഒത്തിരി ഒന്നും ഉണ്ടാക്കാൻ വന്ന ഒരാളൊന്നുമല്ല. കേരളത്തിലെ ഹിന്ദുക്കൾ മൊത്തം ജാസ്മിനെതിരെയാണ്. നമസ്കാരം, ശ്രീജിത്താണ്. അപ്പോൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. കേരളക്കര കത്തുകയാണ്, കേരളം കത്തുകയാണ്. അതായത് ജാസ്മിൻ്റെ കളി അമ്പലത്തിൽ വേണ്ട, അത് പള്ളിയിൽ മതി, പള്ളിയിൽ ചെന്നിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. അതുപോലെ തന്നെ കേരളത്തിലെ ഹിന്ദുക്കൾ ജാസ്മിനെതിരെയാണ്. കേരളത്തിലെ ഹിന്ദുക്കൾ മൊത്തം ജാസ്മിനെതിരെയാണ്. എന്തു തോന്നുന്നു നിങ്ങൾക്ക്? സത്യമായിട്ട് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇത് ഞാനുണ്ടാക്കിയ ക്യാപ്ഷനോ ഞാനുണ്ടാക്കിയ ഹെഡിങ്ങോ ഒന്നും അല്ല കേട്ടോ. ഇത് ഞാൻ ഇന്ന് ടി വി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജനം ടി വിയിൽ വന്നേക്കുന്ന വെണ്ടയ്ക്ക മുഴുപ്പിൽ ഏറ്റവും കാരണം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ അടുത്തൊരു സബ്ജക്റ്റ് വേണമല്ലോ. അപ്പോൾ ഉടനെ ജനം ടി വി ഏറ്റുപിടിച്ചേക്കുന്ന വാർത്ത ഇതാണ്. ഏത് കേരളത്തിലെ ഹിന്ദുക്കൾ ജാസ്മിനെതിരെ. ഏത് ഹിന്ദുക്കൾ? ഏത്? ആരാ? ഉണ്ട്, കുറച്ച് പേര് കാണുമായിരിക്കും, വിരലെണ്ണാവുന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അത്യാവശ്യം കുറേ ഹിന്ദുക്കൾ ജാസ്മിനെതിരായിട്ടിരിക്കണം. ആരായിരിക്കുന്നുണ്ട്? മത തീവ്രവാദികൾ എന്ന് വേണം പറയാൻ. ഈ ഒരു സംഭവമായിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നമുക്ക് അധികമൊന്നും വേണ്ട, നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് നടക്കാം കേട്ടോ. അതായത് ആദ്യം ഏഷ്യാൻ്റെ വന്ന ഒരു ന്യൂസ് ഉണ്ട്, നമുക്ക് നേരെ കാണാം. ചിത്രീകരണത്തിനിടെ കാൽ കഴുകിയ ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ പുണ്യാഹം. ക്ഷേത്രത്തിൽ 6 ദിവസത്തെ പൂജകളും ശീവേലിയും ആവർത്തിക്കും. നാളെ രാവിലെ മുതൽ 18 പൂജകളും 18 ശീവേലിയും വീണ്ടും നടത്തും. ഗുരുവായൂർ ദേവസ്വത്തിന്റേതാണ് തീരുമാനം. അഹിന്ദുവായ ജാസ്മിൻ ജാഫർ ഈ ക്ഷേത്രത്തിൽ എത്തുകയും അവിടെ കാൽ കഴുകുകയും റീൽസ് ചിത്രീകരിക്കുകയും ചെയ്തിരുന്നു. ഇത് ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനം തന്നെയായിരുന്നു. ആ സമയത്ത് ഗുരുവായൂർ അഡ്മിനിസ്ട്രേറ്റർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ടെമ്പിൾ പോലീസ് ഇവർ ഈ പരാതി സ്വീകരിക്കുകയും കോടതിയുടെ പരിഗണനയ്ക്കായി വെക്കുകയും ചെയ്തു. കോടതി നിർദ്ദേശപ്രകാരമായിരിക്കും തുടർ നടപടി സ്വീകരിക്കുക. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം പുണ്യാഹം നടത്താനും ശുദ്ധി വരുത്താനുള്ള ചടങ്ങുകളും നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. കുളം ശുദ്ധി വരുത്തും. ക്ഷേത്രത്തിൽ 6 ദിവസത്തെ പൂജകളും ശീവേലിയും ആവർത്തിക്കാനും തീരുമാനമുണ്ട്. നാളെ രാവിലെ മുതൽ 18 പൂജകളും 18 ശീവേലികളും വീണ്ടും നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നാളെ ഉച്ചവരെ ദർശനത്തിന് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ അമ്പലക്കാരൊക്കെ എന്നെ കരുതലല്ലേ. 18 ശീവേലിയും 18 പൂജകളും. പ്രത്യേക പൂജ എന്താണ്? കാല് കഴിയാൻ മാത്രമല്ല, ആര് കാല് കഴുകി എന്നുള്ള കാര്യമാണ് ഇവിടെ പ്രധാനമായിട്ടും ചർച്ച വന്നത്. അതായത് അഹിന്ദുവായ ജാസ്മിൻ. അപ്പം ഹിന്ദുക്കൾ കാല് കഴുകിക്കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല, ഒരു പ്രശ്നവുമില്ല, അതിനൊന്നും സംഭവിക്കത്തില്ല. അഹിന്ദുവായ ജാസ്മിൻ കാല് കഴുകിയതാണ് പ്രശ്നം. പിന്നെ അവിടെ ബഹുമാനപ്പെട്ട കോടതി വിധി എന്ന് പറയുന്നുണ്ട്. അത് ഒരിക്കലും നിങ്ങൾ ഇതുമായിട്ടൊന്നും താരതമ്യം ചെയ്യരുത്. അതായത് ഒരിക്കലും ജാസ്മിൻ അമ്പലക്കുളത്തിൽ ഇറങ്ങി കാല് കഴുകരുന്നൊന്നും ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടില്ല. അതല്ല ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കോടതി എന്താണ് പറഞ്ഞത്. അമ്പലത്തിനുള്ളിൽ റീൽസ് ചിത്രീകരിക്കുന്നത് തെറ്റാണ്. ഗുരുവായൂർ അമ്പലത്തിനുള്ളിൽ അത് തെറ്റാണെന്നല്ല, അത് വേണ്ട, ആരും റീൽസ് അങ്ങനെ ചിത്രീകരിക്കേണ്ടെന്ന് ഹൈക്കോടതി വിധിയുണ്ട്. ആ കാര്യത്തിൽ ജാസ്മിൻ കാണിച്ച് 100% തെറ്റ് എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ബഹുമാനപ്പെട്ട കോടതിയെ നിന്ദിക്കുന്നതിന് തുല്യമാണത്. കാരണം കോടതി വിധിക്കെതിരെ ആണ് ജാസ്മിൻ പ്രവർത്തിച്ചത്. അതിന് എന്താ പറയുക, ആൾക്കാർക്ക് കേസ് കൊടുക്കാം. എന്താ പറയുക, അതിൻ്റെ വരാഴികൾ മൊത്തം ജാസ്മിൻ്റെ ഉത്തരവാദിത്വം മാത്രമാണ്. കാരണം ജാസ്മിൻ്റെ ഭാഗത്താണ് 100% തെറ്റ് എന്ന് വേണം പറയാം. പക്ഷേ ഈ അമ്പലക്കുളത്തിൽ കാല് കഴുകരുതെന്നൊന്നും ആര് ഈ കോടതി ഒന്നും പറഞ്ഞില്ല. അതൊന്നും പിന്നെ അത് എന്താണ്, ആരാണ് പറഞ്ഞേക്കുന്നത്? അത് അവിടെയുള്ള മാത്രം കുറച്ച് എന്താ പറയുക, ഞാൻ പറയുന്നില്ല. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ അങ്ങ് ചൊറിയും അതാവും. അപ്പോൾ അതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെ കുറച്ചുള്ളവർക്ക് വേണ്ടി മാത്രം പറഞ്ഞേക്കുന്നതാണ്. ഇതിനകത്തൊരു സംഭവമുണ്ട് സുഹൃത്തുക്കളെ. അതായത് അഹിന്ദുവായ ജാസ്മിൻ അമ്പലക്കുളത്തിൽ ഇറങ്ങി, അതായത് ബാക്കി നമുക്ക് ആ ഒരു റീൽ കാണുമ്പോൾ അറിയാം ജാസ്മിൻ മാത്രമല്ല ആ കുളത്തേക്ക് നിൽക്കുന്നത് അല്ലേ. ഇപ്പോൾ കാരണം എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് അതിൻ്റെ വേറൊരു വീഡിയോ ഉണ്ട്, നിങ്ങൾ അതും കൂടി കണ്ടു നോക്കാം. അന്നേരം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഈ എന്താണ് ആക്ച്വലി ഈ ജാസ്മിൻ അവിടെ ചിത്രീകരിച്ച റീൽസിനോട് നമുക്കൊന്ന് കാണണ്ടേ, അത് നമുക്കൊന്ന് കാണാം. പക്ഷേ അതിൻ്റെ ഓഡിയോ ഞാനൊന്ന് മ്യൂട്ട് ചെയ്യേ, കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടേ. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജാസ്മിൻ ജാഫർ ക്ഷേത്രകുളത്തിൽ കാൽ കഴുകിയതിൽ പുണ്യാഹം നടത്താനൊരുങ്ങി ഗുരുവായൂർ ക്ഷേത്രം. 6 ദിവസത്തെ പൂജകളും ശീവേലിയും നടത്താനും തീരുമാനം. ഇവിടെ തൊട്ട് മ്യൂസിക്കാണ്, അതുകൊണ്ട് ഞാൻ അത് കേൾപ്പിക്കുന്നില്ല.
ഇതാണ് ആ റീല്. ജാസ്മിൻ ഷൂട്ട് ചെയ്ത റീലെന്ന് പറയുന്നത് ഇതാണ്. ഒരു അമ്പലത്തനിമയിൽ കുളിച്ചുരുങ്ങി മുല്ലപ്പൂവൊക്കെ ചൂടി കുളത്തിൻ്റെ കരയിൽ വന്നിരിക്കുന്നു, മയിൽപ്പീലിയൊക്കെ പിടിക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ചെയ്യുന്ന റീല് പോലെ തന്നെ നല്ല മനോഹരമായിട്ടുള്ള റീലല്ലേ. മഞ്ചാടിക്കുരുവൊക്കെ ഇങ്ങനെ ഇടുന്നുണ്ട്, കാരണം കൃഷ്ണനാണല്ലോ, കൃഷ്ണൻ്റെ ഭക്തരാണല്ലോ പ്രത്യേകിച്ച് ഈ സ്ത്രീകൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ റീല് സംഭവം. വീഡിയോ ചിത്രീകരിക്കുന്നതിന് ഹൈക്കോടതി നിരോധനം ഏർപ്പെടുത്തിയ നടപ്പുരയിൽ റീൽസ് ചിത്രീകരിച്ചെന്ന് പരാതിയിൽ ഉന്നയിച്ചിരുന്നു. റിപ്പോർട്ടർ തൃശൂർ. അപ്പം ഇതാണ് സംഭവം. ഇത് ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല സുഹൃത്തുക്കളെ. അതായത് ഒരിക്കലും ജനം TV എന്തിനാണ് ഇങ്ങനെ ഈ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് എനിക്കത് മനസ്സിലാകാത്തത്. അല്ലെങ്കിൽ എന്തിനാണ് ഈ ഗുരുവായൂരിൽ മാത്രം എന്താണ് ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഞാൻ ചോദിക്കുന്നതാണ്. ഗുരുവായൂർ മാത്രമുള്ളല്ലോ ഇത്. ഞാൻ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വർഷങ്ങൾ മുമ്പ് പണ്ട് തൊട്ട് എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഓർമ്മ വച്ചപ്പോൾ എന്നാണ് പറയാം. അങ്ങനെ ആ ഒരു സമയം തൊട്ട് ഞാൻ കേൾക്കുന്നൊരു സംഭവമാണ് ഗുരുവായൂരപ്പനെ പാടി എഴുന്നേൽപ്പിക്കുന്നു, പാടി ഉറക്കുന്ന ഒരാളുണ്ട്, നമ്മുടെ യേശുദാസ്, കെ ജെ യേശുദാസ് സാറ്. പുള്ളിയുടെ പാട്ടുണ്ടായാലേ ഗുരുവായൂർ ഉണരത്തുള്ളൂ, ഗുരുവായൂരപ്പൻ ഉണരത്തുള്ളൂ. ഉറങ്ങണേലും പുള്ളി വേണം. പക്ഷെ പുള്ളി അമ്പലത്തിനകത്ത് കയറത്തില്ല. ഹിന്ദു അല്ലല്ലോ, അഹിന്ദു. എന്താണ് ഇത്? എനിക്ക് മനസ്സിലാകുന്നില്ല ഇതിനകത്തൊക്കെ എന്ത് വല്ല കാര്യമുണ്ടോ. അപ്പം അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ടോ. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം, അവിടെ അങ്ങനെ ഒന്നുമില്ല. അവിടെ ക്രിസ്ത്യാനികൾക്ക് പോകാം, മുസ്ലിങ്ങൾക്ക് പോകാം. മുസ്ലിങ്ങളെയൊക്കെ ചേർത്ത് മുത്തപ്പൻ ഇങ്ങനെ പിടിക്കുന്ന വീഡിയോസൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്. അവിടെയൊന്നും ഒരു പ്രശ്നങ്ങളും ഇല്ല. പിന്നെ ശബരിമല സ്ത്രീകൾക്ക് കയറാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. എന്നാൽ അവിടെ നാനാമാസമുള്ള ആർക്ക് വേണമെങ്കിലും അവിടെ ചെല്ലാം. 18 വയസ്സിന് മുമ്പുള്ള ഏത് സ്ത്രീ പ്രായപൂർത്തിയാകാത്ത 10 വയസ്സിനോ 10 വയസ്സിന് മുമ്പുള്ള കുട്ടികൾക്ക് എല്ലാം, 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് എല്ലാം, ഏത് പ്രായത്തിലുള്ള ആണുങ്ങൾക്ക് എല്ലാം, ഏത് മതത്തിൽപ്പെട്ട ആൾക്കാർക്ക് ശബരിമല ചെല്ലാം. അവിടെയൊന്നും ഒരു കുഴപ്പമില്ല. ഗുരുവായൂരപ്പൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരുമ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗുരുവായൂരപ്പനോട് നമുക്ക് ദേഷ്യം വരുന്നത്, അല്ലെ കണ്ണനോട് നമ്മൾ ദേഷ്യം വരുന്നത്. ഈ ദൈവങ്ങളിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞ ആളിന്, അല്ലെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അല്ലെ ഭഗവാന് യഥാർത്ഥത്തിൽ ആരോടും എല്ലാവരും ഒരുപോലെയാണ്. അവിടെ ഹിന്ദുക്കളെന്നോ മുസ്ലിങ്ങളെന്നോ ക്രിസ്ത്യൻസെന്നോ ഒന്നുമില്ല. ഈ റൂൾസ് കൊണ്ടുവെക്കുന്ന കുറേ ആൾക്കാരുണ്ട്, കുറേ മനുഷ്യന്മാർ. ഈ മനുഷ്യന്മാരാണല്ലോ ജാതി കുത്തി നിറച്ചേക്കുന്നത്. അവർ മാത്രം കൊണ്ടുവന്നിരിക്കുന്ന ഒരു നിയമമാണ്. അല്ലാതെ അവിടെ അതുകൊണ്ട് ഇതൊന്നും ദൈവത്തിനോർത്ത് നിങ്ങൾ ആദ്യം ഈ അഹിന്ദുക്കളായുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഗുരുവായൂരപ്പൻ്റെ കാര്യമൊന്നും അല്ല കേട്ടോ. ഒരിക്കലും ഒരു ഭഗവത്ഗീതയിലോ മറ്റതിലോ മറിച്ചിലോ ഒന്നും അന്യമതസ്ഥരെ ഇങ്ങോട്ട് എൻ്റെ മുമ്പിൽ വരാൻ പാടില്ലെന്നോ അങ്ങോട്ടേക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ശുദ്ധീകരണം ചെയ്യണമെന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലാത്തൊരു കേസ് കേട്ടാണ്. പിന്നെ എനിക്ക് ആ അമ്പലക്കുളത്തിനകത്തുള്ളൊരു കാര്യം, കാരണം ഇത് പ്രത്യേകിച്ച് ആ ഗുരുവായൂർ അമ്പലത്തിനെ പറ്റി ശരിക്കും അറിയാവുന്നവരോടാണ് എൻ്റെ ഒരു ചോദ്യം. കാരണം എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല കേട്ടോ. അപ്പോൾ അതിനെപ്പറ്റി അറിയാമെങ്കിൽ എനിക്കൊന്ന് ഇത് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതായത് വേറെ ഒന്നുമല്ല, അവിടെ അമ്പലക്കുളത്തിൽ ജാസ്മിൻ ഇറങ്ങി കാല് കഴുകിയെന്ന് പറയുന്നു. അവിടെ മറ്റുള്ള ആൾക്കാർക്ക് കാല് കഴുകത്തില്ല. അതോ ഇനി ജാസ്മിൻ എന്തെങ്കിലും മറികടന്ന് ജാസ്മിൻ മാത്രം പോയി കാല് കഴുകിയതാണോ? എനിക്ക് തോന്നുന്നു വീഡിയോയിൽ അതല്ല, അതിൻ്റെ പുറകിൽ വേറെ ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നത് കാണുന്നുണ്ടല്ലോ. അപ്പോൾ സാധാരണ ആൾക്കാർക്കെല്ലാം അവിടെ ആ കുളത്തിൽ കാല് കഴുകിയിട്ട് കയറാമെന്നാണെന്ന് എനിക്ക് തോന്നുന്നല്ലേ. അങ്ങനെ തന്നെയാണോന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു കാര്യം ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നിങ്ങളൊന്ന് തരണേ. പിന്നെ മറ്റൊരു കാര്യം കേട്ടോ, ഈ ഗുരുവായൂരിലെ എന്താ പറയുക, വലിയ വലിയ തന്ത്രിമാരോടും മറ്റവരോടും മറിച്ചവരോടും കൂടിയാണ് ഞാൻ പറയുന്നത്. ഈ ഗുരുവായൂരിൽ കയറുന്ന ആദ്യത്തെ അഹിന്ദു ഒന്നും അല്ല ആര്, ജാസ്മിന്. അവിടെ ദിനം പ്രതി എല്ലാ ദിവസവും കയറുന്നുണ്ട്. ഇത് ജാസ്മിനെതിരെ ഇപ്പൊ പ്രശ്നം വരാൻ കാരണം എന്നാ, ജാസ്മിൻ ഒരു സെലിബ്രിറ്റിയാണ്, ജാസ്മിനെ 4 ആൾ അറിയും. അതുകൊണ്ട് മാത്രം ഇതൊരു വലിയൊരു ഇഷ്യൂ ആവുന്നതാണ്. അതുകൊണ്ട് മാത്രമാണ് ചാനലുകാർ ഇത് പൊക്കി പിടിച്ചു നിൽക്കുന്നത്. എത്രയോ അല്ലാത്ത ആൾക്കാർ നിങ്ങളെ വല്ലതും അന്വേഷിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് വല്ലതും അറിയാവോ? എത്ര ആൾക്കാർ, എൻ്റെ കൂട്ടുകാരിൽ തന്നെ എത്ര ആൾക്കാർ അവിടെ കയറുന്നുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ കയറിയിട്ടുണ്ട്. അങ്ങനത്തെ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. കൂട്ടുകാരില്ലാത്തവരും കയറുന്നുണ്ട്. ഇഷ്ടംപോലെ പേര് ഗുരുവായൂർക്ക് കയറി എന്താ പറയുക, ആ പ്രതിഷ്ഠ കണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അവർ ഹിന്ദുക്കളാണോ അഹിന്ദുക്കളാണോ എന്നൊന്നും അവിടെ നിൽക്കുന്നവർക്ക് ആർക്കും ഒന്നും അറിയത്തില്ല. അപ്പോൾ ഇത് സ്ഥിരം കയറുന്നുണ്ട്. കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ സെലിബ്രിറ്റിയാണ്, 4 ആൾ അറിയും. യേശുദാസും അതുപോലെ തന്നെ. പാവം യേശുദാസിന് എന്ത് ചെയ്യാം, കുറേ പാട്ട് പാടി എന്താ പറയുക, ഗുരുവായൂരപ്പന് തന്നെ പാട്ട് പാടി ഭയങ്കര ഇതായി. അപ്പോൾ മൊത്തത്തിൽ എന്താ പറയുക, യേശുദാസിന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അങ്ങോട്ട് ഏത് വേഷത്തിൽ നിന്നാലും അറിയാൻ പറ്റുമോ, കയറാൻ പറ്റത്തില്ല. അങ്ങനത്തെ അവസ്ഥ. അല്ലെങ്കിൽ ആർക്ക് വേണമല്ലോ അവിടെ കയറാം.
ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അന്നേരം ഒന്നും ഒരു ശീവേലിയും വേണ്ട, അന്നേരം ഒന്നും ഒരു പ്രത്യേക സ്പെഷ്യൽ പൂജകളൊന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ ഫുൾ ടൈം 24 മണിക്കൂർ നിങ്ങൾ അവിടെ ശീവേലിയും പൂജയും ഒക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇതിൻ്റെ അവസാനം കാണത്തില്ല. എപ്പോഴും ഇഷ്ടംപോലെ ആൾക്കാർ കയറുന്നുണ്ടെന്നേ, ആര് പറഞ്ഞില്ലെന്ന്? ഇഷ്ടം പോലെ കയറുന്നുണ്ട്. പുണ്യാഹം, എന്തൊരു പുണ്യാഹം. ഇനിയിപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് കുറേ അവിടെ പ്രത്യേക പൂജകൾ, സ്പെഷ്യൽ പൂജകളൊക്കെ ഇതിൻ്റെ പേര് ചെയ്തിട്ട് അഹിന്ദു മണ്ണിൽ കാല് കുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പൂജ ചെയ്തിട്ട്, അല്ലെങ്കിൽ ശീവേലി കഴിപ്പിക്കുക, അമ്പലത്തിന് അമ്പലത്തിന് മൊത്തവും മുഴുവനും വലം വയ്ക്കുന്നൊരു പ്രോസസ്സാണ് ഈ ശീവേലി എന്ന് പറയുന്ന സംഭവം. ഭഗവാൻ അമ്പലത്തിന്, അതിനാണ് ശീവേലി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഭഗവാന്റെ മനസ്സങ്ങ് നിറയുമെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? അങ്ങനെയാണെങ്കിൽ ആദ്യം നടത്തുന്നവർക്കെതിരെയായിരിക്കും എന്താ പറയുക ഭഗവാൻ നിൽക്കുന്നത്. എനിക്കറിയാം ഈ വീഡിയോ ചെയ്യുമ്പോൾ, ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഒരു കൺസെപ്റ്റ്, ഈ വിഷയം എന്ന് പറഞ്ഞാൽ അവത്തെ തൊട്ട് കഴിഞ്ഞാൽ ശരിക്ക് പൊള്ളുമെന്ന് എനിക്ക് 100% അറിയാം ഈ വിഷയം എടുക്കുന്നതിന് മുൻപേ. കാരണം ശരിക്ക് തെറിവിളി കേൾക്കുന്നു എനിക്കറിയാം. എൻ്റെ കുറേ കുറേ ആൾക്കാർ ചിലപ്പോൾ എന്നെ നല്ല ചീത്ത വിളിക്കും, അല്ലാത്തവരും എന്നെ കുറേ നല്ല ചീത്ത വിളിക്കുമെന്ന് എനിക്ക് 100% അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാനിത് ചെയ്തതാണ്. എന്തും നേരിടാനുള്ള ധൈര്യത്തെ തന്നെ ഞാൻ ഈ വിഷയം തൊട്ടതാണ്. കാരണം മറ്റുള്ള ആൾക്കാരൊന്നും ഇതെടുത്ത് അങ്ങനെ എടുത്ത് പണിതായിട്ട് ഞാൻ ഇതുവരെ കണ്ടില്ല. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. പക്ഷേ എന്നാലും നമ്മളുള്ള കാര്യം തുറന്നു പറയണ്ടേ സുഹൃത്തുക്കളെ? ഇവിടെ ഹിന്ദുക്കളെന്നോ മുസ്ലിങ്ങളോ, ഞാൻ വലിയ എന്താ പറയുക മതസൗഹാർദ്ദമൊന്നും ഞാൻ അങ്ങനെ ഒത്തിരി ഒന്നും ഉണ്ടാക്കാൻ വന്ന ഒരാളൊന്നുമല്ല. പക്ഷേ എന്നാലും എനിക്ക് തോന്നിയ ഒരു കാര്യം ഇത് ഞാൻ എന്നേ ഉള്ളൂ. ഇപ്പം അങ്ങനെ ഞാൻ ഇനിയിപ്പോൾ കൂടുതൽ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്, എൻ്റെ തീരുമാനം ഇതാണ്. ഇതൊന്നും ശ്രീകൃഷ്ണന് വേണ്ടി ചെയ്യുന്നതല്ലെന്നേ, ഇതൊന്നും ഗുരുവായൂരപ്പന് വേണ്ടി ചെയ്യുന്നതല്ലെന്നേ, അവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി മാത്രം ചെയ്തു കൂട്ടുന്ന കുറേ പരിപാടികളാണ്. അതാണ് എൻ്റെ പേഴ്സണലി എൻ്റെ അഭിപ്രായം. എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും.